ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നു സുബോധവുമായിരിക്കുക. ദൈവവചനം പറയുന്നു, നമ്മൾ പകലിൻ്റെ മക്കളാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്, നമ്മൾ രാത്രിക്കുള്ളവരല്ല. അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കള്ളൻ വരുന്നത് പോലെ എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ വചനം പറയുന്നു, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ വരവിൽ നിങ്ങൾ പിടിക്കപ്പെടാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതാണ് അടുത്ത വാക്യം പറയുന്നത്, നമ്മൾ പകലിൻ്റെ മക്കൾ, വെളിച്ചത്തിൻ്റെ മക്കളാണ്. കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഇരുട്ടിൻ്റെ സന്തതികളല്ല. അതുകൊണ്ട് പറയുന്നു, ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെട്ടിട്ട് നമ്മൾ ഉറങ്ങി എന്ന് പറയുമ്പോൾ പ്രിയരെ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന ഉറക്കമല്ല. ആത്മാവിൽ ജനിച്ചൊരു ദൈവ പൈതൽ ആത്മാവിൽ താൻ ഉറങ്ങുന്നവനാകരുത്, അല്ലെ ഉറങ്ങുന്നവളാകരുത്. നമ്മൾ ആത്മാവിൽ എപ്പോഴും സുബോധമുള്ളവരായിരിക്കണം. പകൽ അധ്വാനിച്ചും രാത്രി ഉറങ്ങുന്നയും ആ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. പകൽ അധ്വാനിക്കുന്നവർ ക്ഷീണം കൊണ്ട് രാത്രി ഉറങ്ങും. ഇവിടെ പറയുന്നു, നമ്മെ ഉറക്കിക്കളയുന്ന, എങ്ങനെ? ആത്മാവിൽ ഉറക്കിക്കളയുന്ന, ആത്മീയമായിട്ട് സഞ്ചരിക്കേണ്ട ഒരു ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതത്തെ ഉറക്കിക്കളയാൻ. അതാണ് ആകയാൽ ശേഷമുള്ളവരെ പോലെ. ചിലരൊക്കെ ഉറങ്ങുന്നു, ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെട്ടിട്ട് ചിലർ ആത്മാവിൽ ഉറങ്ങുന്നു. അവരെക്കുറിച്ച് പറയുന്നു, കള്ളൻ നിങ്ങളെ പിടിക്കുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾ പിടിക്കപ്പെടും. എന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, നമ്മളെ പിടിക്കത്തില്ല. എങ്ങനെ? നമ്മൾ ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിഞ്ഞും ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുന്നവരുമാണ്. നമുക്ക് ഈ സത്യദൈവത്തെ അറിയാം. നമ്മൾ ഇരുട്ടിനകത്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെ നിന്ന് ദൈവം നമ്മളെ വിളിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, വെളിച്ചത്തിൻ്റെ അധികാരത്തിൻ്റെ മേൽ അവകാശികളാക്കി തീർത്തു. ഇനി നമ്മൾ ഉറങ്ങുന്നവരാകരുത്, ബോധമില്ലാത്തവരാകരുത്. അതാണ് ദൈവവചനം പറയുന്നത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഉറങ്ങാതെ ആത്മാവിൽ ഉണർന്ന്, ഇവിടെയല്ല ഉയരത്തിലാണ് ഭവനമെന്നെണ്ണി അവിടേക്ക് പോകാനായിട്ട് സുബോധമുള്ളവരായി സഞ്ചരിപ്പാൻ, ഇരുട്ടിന് പിടികൊടുക്കാതെ വെളിച്ചത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.